ഒമിനി വാനിൻ്റെ ക്ലച്ച് അസംബ്ലിയാണ്. ഇത് കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ കാറ് കൊടുത്ത് വണ്ടി ഫ്രണ്ടോട്ട് എടുക്കുന്ന സമയത്ത് വണ്ടി ഭയങ്കര ജെർക്കിങ് ആയിരുന്നു. സ്ലിപ്പായി പോകുന്നു വണ്ടി. ഇതിനകത്ത് കിടന്ന് ഇങ്ങനെ 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 സ്പീഡ് തിരിഞ്ഞ് പോകുന്നത്. അപ്പോൾ പുതിയ നമ്മൾ ക്ലച്ച് മേടിച്ചിട്ടുണ്ട്. വാലിയുടെ ക്ലച്ചാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. സാധാരണ വണ്ടികൾക്ക് വരുന്നതൊക്കെയല്ല, ഈ ഒമിനിക്കും 800-നും നമുക്ക് ഫ്ലൈ വീലിൽ സ്റ്റഡി കാണത്തില്ല. ഇതല്ല, മൊത്തം ബോൾട്ടായിരിക്കും. സാധാരണ മറ്റേ വണ്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലൈ വീലിൽ ഒരു സ്റ്റഡി ഇങ്ങനെ പുറത്തോട്ട് നല്ല ഇപ്പോട്ടായിരിക്കും. ഇതിന് മൊത്തം ബോൾട്ടുകളായതുകൊണ്ട് നമ്മളെ ക്ലച്ചസ് തന്നെ ക്ലച്ചിൻ്റെ ഇതിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബോൾട്ടാണ് ഇതിൻ്റെ സ്റ്റഡി ആയിട്ട് ഉപയോഗിക്കുന്നത്. എൻ്റെ ബോൾട്ടുകൾ തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഇതാണ് ഇതിൻ്റെ റീമർ ബോൾട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വെച്ചാണ് നമ്മൾ ക്ലച്ച് സ്റ്റഡി ആയിട്ട് നിർത്തുന്നത്. അത് ചുമ്മാ വെച്ച് സെറ്റ് ചെയ്താൽ പോരാ. നമ്മൾ വെച്ചതിന് ശേഷം ഈ ഒരു മാർക്കുണ്ട്, ഈ ഒരു ഹോളുണ്ട് ഇതുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന ഹോളുകൾക്ക് ഈ സൈഡിലൊരു ഹോൾ മാർക്കുണ്ട്. ബാക്കിയുള്ള ഇതിനൊന്നും ഹോള് വരത്തില്ല. അത് നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് വെച്ച് സെറ്റ് ചെയ്യണം. ഇത് ഒരൊറ്റ പൊസിഷനിലേ ഇത് കിടക്കത്തുള്ളൂ. ഇതിപ്പോൾ ഈ ഹോള് കറക്റ്റ് പൊസിഷനിൽ കിടക്കത്തില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് അത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സീറ്റിക്കായിട്ട് കിട്ടും. പക്ഷെ നമുക്ക് ഈ ബോൾട്ട് ഇടുന്ന ഒരു കറക്റ്റ് സ്ഥലമുണ്ട്. ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ ബോൾട്ട് ഇട്ടില്ലെങ്കിൽ ഇത് പിരി പോകും. അത് ഞാൻ നമ്മൾ കാണിച്ചു തരാം. ഇതിനകത്തോട് കഴിഞ്ഞു ഇതിൻ്റെ ത്രെഡ് ഇച്ചിരി ഉള്ളോട്ട് കയറിയാണ്. ബാക്കിയുള്ളതിൻ്റെയൊക്കെ ത്രെഡ് പുറത്ത് തന്നെയാണ് നിൽക്കുന്നത്. ത്രെഡ് ഈ ഒരു ഹോളിനകത്ത് ത്രെഡ് ഉള്ളോട്ട് കയറിയാണ് നിൽക്കുന്നത്. അത് നമ്മുടെ ഈ സ്റ്റഡി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ നിർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റും അതുപോലെ തന്നെയാണ്. ഈ ഓപ്പോസിറ്റ് വരുന്ന സ്ഥലത്താണ് നമുക്ക് റീമർ ബോൾട്ട് ഇടുന്നത്. എന്നാലേ കറക്റ്റ് ക്ലച്ച് സെൻറ്റർ ആകത്തുള്ളൂ. ഇല്ലാതെ നമ്മൾ തോന്നിയ പോലെ വെച്ച് സെറ്റ് ചെയ്യാന്നാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ജെർക്കിങ് പിന്നെയും കാണിക്കും. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ അത് വീഴത്തില്ല. ഒറ്റ പൊസിഷനിൽ ക്ലച്ച് വീഴത്തുള്ളൂ. അത് നമ്മൾ കറക്റ്റ് റീമർ ബോൾട്ട് തന്നെ വെച്ച് സെറ്റ് ചെയ്യാൻ വേണം. ഇതാണ് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ. ഇത് കറക്റ്റ് നമുക്ക് ഈ ബോൾട്ട് തന്നെ റീമർ ബോൾട്ട് കറക്റ്റ് ഓപ്പോസിറ്റായിട്ട് തന്നെ വരത്തുള്ളൂ. ഹോള് നോക്കണം. ഹോള് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ക്ലച്ച് കറക്റ്റ് സെറ്റ് ആകത്തുള്ളൂ. ഇത് നമ്മൾ ക്ലച്ച് സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് കയറ്റിയിട്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സെൻറ്ററായിട്ട് തന്നെ ക്ലച്ച് നിന്നോളൂ. അതിനുശേഷം ഈ രണ്ട് ബോൾട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കൊള്ളിക്കുക. ഒരു ഏകദേശം ഇപ്പോൾ സെൻറ്ററാണെന്ന് തോന്നുന്നു. ഇത് സെറ്റ് കൊണ്ട് മാത്രം ക്ലച്ച് സെൻറ്റർ ആണെന്നില്ല. നമുക്ക് ഈ ക്ലച്ച് സ്റ്റഡി വെച്ച് തന്നെ കറക്റ്റ് സെൻറ്റർ ചെയ്ത് എടുക്കണം. അതൊക്കെ ഏകദേശം ഒരു സെൻറ്റർ കിട്ടും. ഇനി നമ്മൾ ആദ്യം ടൈറ്റ് ചെയ്യേണ്ടത് ഈ രണ്ട് ബോൾട്ടുകളാണ്. ഈ രണ്ട് ബോൾട്ടുകൾ ആദ്യം ടൈറ്റ് ചെയ്താലേ കറക്റ്റ് ക്ലച്ച് സെൻറ്ററായിട്ട് നിൽക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ആദ്യം ടൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അതുകൊണ്ട് ക്ലച്ച് റീമർ ബോൾട്ടുകൾ ആദ്യം ടൈറ്റ് ചെയ്യണം.
ഇനി നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നട്ടുകൾ ഓരോന്നായിട്ട് ബോൾട്ടുകൾ ഓരോന്നായിട്ട് മുറുക്കണം. ക്ലച്ച് ഇപ്പം കറക്റ്റ് സെൻറ്റർ ആയിട്ട് കറക്റ്റായിട്ട് സ്റ്റഡി വീഴുന്നുണ്ട്. അതായത് ഈ ഒരു ഭാഗമാണ് നമ്മുടെ ക്ലച്ചിനകത്തോട്ട് കയറി വീഴുന്നത്. ക്ലച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ല മാറിക്കഴിഞ്ഞാൽ ഇത് കയറാതെ ഈ ഒരു ഭാഗത്തിന് ഡാമേജ് ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ പുതിയതായിട്ട് കയറ്റിയ ആ ഒരു ക്ലച്ചിനും ഡാമേജ് ഉണ്ടാകും. നമുക്കൊരു ശകലം ഗ്രീസ് കൂടെ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതെല്ലാം ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. നേരെ ഈ ഷാഫ്റ്റിൽ കൂടെ ഒരു ശകലം ഇട്ട് കൊടുക്കുക. മുമ്പത്തായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ക്ലച്ച് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് കംപ്ലൈൻറ്റ് മാറിയെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം.